0.5 ഇൻറ്റു 0.05 ഇൻറ്റു 0.005 ഇൻറ്റു 50 ഇൻറ്റു 500 വില കാണുക. നമുക്ക് 1, 2, 3 ദശാംശ സംഖ്യകളാണ്. 3 ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, 2 സാധാരണ സംഖ്യകളുണ്ട്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, എല്ലാം കൂടി ഗുണിക്കണം. ഇത് ഗുണിക്കുമ്പോൾ നമ്മൾ ഇതിലത്തെ സംഖ്യകൾ മാത്രം ഗുണിക്കുക, ദശാംശം എടുക്കേണ്ട, സംഖ്യകൾ മാത്രം ഗുണിക്കുക. ഇവിടുത്തെ ഡെസിമൽ ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എടുത്താൽ 5 ഇൻറ്റു, ഇവിടെയും ഡെസിമൽ ഒഴിവാക്കി സംഖ്യ മാത്രം എടുത്താൽ 5 ഇൻറ്റു, ഇവിടെയും ഡെസിമൽ ഒഴിവാക്കി സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു, ഇവിടെ നമുക്ക് സംഖ്യ മുഴുവൻ എടുക്കാം. എത്രയാണ്? 50 ഇൻറ്റു ഇവിടെ എത്രയാണ്? 500. ഇതെല്ലാം കൂടി ഗുണിക്കുക. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 50 ഇൻറ്റു 500. ഇത് ഗുണിക്കുമ്പോൾ സംഖ്യകൾ മാത്രം ഗുണിക്കുക. 5 ഇൻറ്റു 5 25 ഇൻറ്റു 5 125 ഇൻറ്റു 5 625 ഇൻറ്റു 5 3125 എന്ന് വരും. 5 5 5 5 5 5 5 തവണ ഗുണിക്കുമ്പോൾ 3125. ഇനി നമുക്കിവിടെ 3 പൂജ്യം ഉണ്ട്, ഇവിടുത്തെ ഒരു പൂജ്യം, ഇവിടുത്തെ 2 പൂജ്യവും. അപ്പോൾ ആകെ 1 2 3 പൂജ്യങ്ങളുണ്ട്. അതായത് ഇതെന്താണ്? 31,25,000 എന്ന് കിട്ടി. 31,25,000. ഇനി നമ്മൾ ദശാംശം കണക്കാക്കണം. കാരണം ദശാംശം ഇവിടെ ഗുണിക്കുമ്പോൾ ദശാംശം പരിഗണിച്ചിട്ടില്ല, ദശാംശം ഒഴിവാക്കിയ ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദശാംശം കണക്കാക്കുക. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? 1 അക്കമുണ്ട്. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? 2 അക്കമുണ്ട്. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട്? 3 അക്കമുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുക, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. 1 2 3 3 6. അപ്പോൾ ആകെ 6 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ആകെ 6 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഇവിടെയും 6 ദശാംശ സ്ഥാനങ്ങൾ വരണം. അതായത് ദശാംശം കഴിഞ്ഞിട്ട് 6 സ്ഥാനം വരണം. 6 ദശാംശ സ്ഥാനങ്ങൾ വരണം പറഞ്ഞാൽ ആ ദശാംശം കഴിഞ്ഞിട്ട് 6 സ്ഥാനം. അപ്പോൾ ഇവിടെ 1 2 3 4 5 6. ഇവിടെ ദശാംശം ഇട്ടാൽ എന്ത് സംഭവിക്കും? ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 4 5 6. ദശാംശം കഴിഞ്ഞിട്ട് 6 സ്ഥാനമായി, അതായത് 6 ദശാംശ സ്ഥാനമായി. ഇനി ഇവിടെ ദശാംശം ഇട്ടാൽ പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ലല്ലോ, അല്ലേ? ഡെസിമൽ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. അപ്പോൾ ഉത്തരം എന്തായി? 3.125.